എറണാകുളം കാക്കനാട് നടു റോഡിൽ യുവാക്കളെ അതിക്രൂരമായി മർദ്ദിച്ച കേസിൽ തെളിവെടുപ്പിനെത്തിച്ച പ്രതികളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും പോലീസ് വാഹനങ്ങളും കാറും തല്ലി തകർത്ത സംഭവത്തിൽ 30ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. അക്രമത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റിട്ടുണ്ട്. 10,000-ലധികം രൂപയുടെ പൊതു സ്വകാര്യ സ്വത്തുക്കൾക്ക് നാശനഷ്ടം സംഭവിച്ചതായാണ് തൃക്കാക്കര പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. യുവാക്കളെ നടുറോഡിൽ വെച്ച് ആക്രമിച്ച കേസിൽ കോഴിക്കോട് നിന്ന് അറസ്റ്റിലായ ഷെഫിൻ, വിബീഷ്, ഫഹദ് എന്നീ പ്രതികളെയാണ് തെളിവെടുപ്പിനായി സംഭവസ്ഥലത്തെത്തിച്ചത്. പ്രതികളെ തൃക്കാക്കര സ്റ്റേഷനിലെത്തിച്ചത് മുതൽ മർദ്ദനത്തിനിരയായ യുവാക്കളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു. പ്രതികളുടെ കൂസലില്ലാത്ത ഭാവം കൂടിയായപ്പോൾ ജനരോഷം അണപൊട്ടി. പ്രതികളെ തങ്ങൾക്ക് വിട്ടു നൽകണമെന്ന് ആക്രോശിച്ചുകൊണ്ട് പ്രതിഷേധക്കാർ പോലീസിന് നേരെയും പ്രതികൾക്ക് നേരെയും പാഞ്ഞെടുക്കുകയായിരുന്നു. തുടർന്ന് കൃത്യം നടന്ന കാക്കനാട് NGO ക്വാർട്ടേഴ്സിന് സമീപം പ്രതികളെ തെളിവെടുപ്പിനായി പോലീസ് ബസ്സിൽ എത്തിച്ചെങ്കിലും ജനക്കൂട്ടം അക്രമാസക്തരായതിനെ തുടർന്ന് പ്രതികളെ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. പ്രതിഷേധക്കാർ പ്രതികളെ കൊണ്ടുപോകാൻ ഉപയോഗിച്ച പോലീസ് വാഹനവും കൃത്യം നടന്ന സമയത്ത് പ്രതികൾ ഉപയോഗിച്ചിരുന്ന സ്വകാര്യ കാറും അടിച്ചു തകർത്തു. കൂടാതെ പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച ആശുപത്രിക്ക് മുന്നിലും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറി. സംഘം ചേർന്ന് പൊതു സ്വകാര്യ സ്വത്തുക്കൾ നശിപ്പിക്കുക, പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കണ്ടാലറിയാവുന്ന 30 പേർക്കെതിരെ തൃക്കാക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം നടുറോഡിൽ മർദ്ദനമേറ്റ 3 യുവാക്കളും ഇപ്പോഴും ആശുപത്രിയിൽ തീവ്രപരിചരണത്തിൽ തുടരുകയാണ്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നതായാണ് വിവരം. ഞായറാഴ്ച പുലർച്ചെ 2ഓടെയാണ് കാക്കനാട് NGO ക്വാർട്ടേഴ്സ് ജംഗ്ഷനിലെ റൗണ്ട് ബോർഡിന് സമീപം യുവാക്കൾക്ക് ക്രൂര മർദ്ദനമേറ്റത്. വാഹനത്തിന് സൈഡ് നൽകിയില്ലെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. ന്യൂസ് മലയാളം, കൊച്ചി.